ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അബിക്ക് മനസ്സിലായി ഇന്ദ്രജ എന്തൊക്കെയോ കരുക്കൾ നീക്കുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നമ്മുടെ അബി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്ന ജാനകിയും അമ്മയും ആട്ടോ. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോഴേക്കും ഇന്ദ്രജ അങ്ങോട്ടേക്ക് വന്നു. അമ്മയെ കണ്ടപ്പോൾ ജാനകിയുടെ അമ്മയാണല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം, രാധാമണി വാരസ്യാരെന്നല്ലേ പേരെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് അമ്മ ഈ ഇന്ദ്രജയോട് പറയുമ്പോൾ അമ്മ ഒരു ഷോക്കിൽ നിന്ന് ഉണർന്നതല്ലേ ഉള്ളൂ, പലരെയും അമ്മ അറിഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ, കൂട്ടത്തിൽ എന്നെയും അറിയുന്നതേ ഉള്ളൂ എന്ന് ഇന്ദ്രജ അമ്മയോട് പറയാം. നമ്മുടെ ജാനകി നല്ല മയക്കത്തിലായിരുന്നു. അപ്പോൾ ജാനകി ഇപ്പോൾ ശരിക്കും നോർമൽ സ്റ്റേജിൽ തന്നെയല്ലേ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് അമ്മ പറഞ്ഞു. അവളിപ്പോൾ മരുന്ന് കഴിച്ച് കിടന്ന് ഉറങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. കുറേ നേരം സംസാരിച്ചിരുന്നതിൻ്റെ ക്ഷീണം കുട്ടിക്കുണ്ടെന്നും അമ്മ പറയൂ കേട്ടോ. വിളിച്ചുണർത്തുകയൊന്നും വേണ്ടെന്നും ഒന്ന് കണ്ടു പോകാമെന്ന് കരുതി വന്നതാണെന്നും ഇന്ദ്രജ പറയുമ്പം അബി പുറത്തു പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് സാരമില്ല, ഞാൻ വിളിച്ചോളാം. അബ്രാം എൻ്റെ ക്ലോസ് ഫ്രണ്ടാണെന്നും ഈ ഇന്ദ്രജ നോണ പറഞ്ഞു. തമ്പിക്കെതിരെയുള്ള കേസ് ഉടനെ കോടതി പരിഗണിക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. തമ്പി അകത്ത് പോകാനുള്ള എല്ലാ വഴികളും തുറന്നു കഴിഞ്ഞെന്നും കേസിന് സാക്ഷികളും കാര്യങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറയുമോ ഈ ഇന്ദ്രജ. പിന്നെ രാധാമണി വാരസ്യാരെ നേരിട്ട് കോടതിയിൽ ഹാജരായാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രജ ഇങ്ങനെ അമ്മയുടെ മനസ്സിളക്കാൻ നോക്കുക. 25 വർഷങ്ങൾക്ക് മുൻപ് നടന്നുള്ള പീഡന കേസാണ്. അതിൽ അമ്മയ്ക്ക് മാറ്റങ്ങളും സംഭവങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ എന്നൊക്കെ ഇന്ദ്രജ ഇങ്ങനെ ചോദിച്ചു. ഇതിനിടയിൽ ഒരു കാര്യം കൂടി അമ്മ ഓർത്തോളണം. അതമ്മ ഓർത്ത് നോക്കിയിട്ടുണ്ടോ എന്നു ഈ ഇന്ദ്രജ ചോദിക്കുക. അപ്പം ഇങ്ങനെ നോക്കുക കേട്ടോ അമ്മ. ജാനകി തമ്പിയുടെ മകളാണ് എന്ന് എല്ലാവരും അറിയില്ലേന്ന് ചോദിച്ചു. അപ്പം നീ ആരാ? തമ്പിയാണോ നിന്നെ അയച്ചതെന്ന് അമ്മ ഇങ്ങനെ ചോദിക്കുമ്പം തമ്പി എന്ന് കേൾക്കുന്നതല്ലാതെ ഞാൻ അയാളെ കണ്ടിട്ട് കൂടി ഇല്ല എന്ന കാര്യങ്ങൾ ഈ ഇന്ദ്രജ അന്നേരം പറഞ്ഞു. രാധാമണി വാരസ്യാരാണ് ഈ കേസിൽ ഇര എന്ന് അറിഞ്ഞപ്പോൾ ആളെ നേരിട്ട് കണ്ടപ്പോൾ ഒന്ന് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതെ, ഞാൻ തന്നെയാണ് രാധാമണി വാരസ്യാരെന്ന് അമ്മ ഇങ്ങനെ ഭയങ്കര വീറോടുകൂടി പറയുമ്പോൾ എനിക്ക് തമ്പിയിലുണ്ടായ മകളാണ് ഇവളെന്ന് നിന്നോട് ആരാ പറഞ്ഞതെന്ന് അമ്മ ചോദിച്ചു. നീയാണോ എൻ്റെ പ്രസവം എടുത്തതെന്നും അമ്മ ചോദിക്കുക. അന്നേരം ഇന്ദ്രജ നിന്ന് ചിരിക്കുക കേട്ടോ. കടന്നു പോ മുന്നിൽ നിന്നും പറഞ്ഞിട്ട് അമ്മ ചൂടായപ്പോഴത്തേക്കും അയ്യോ എന്തിനാ എന്നോട് നിങ്ങൾ ചൂടാകുന്നത്? ന്യായമായിട്ടുള്ളൊരു ചോദ്യം മാത്രമല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ജാനകി നിങ്ങളുടെ മകളല്ലാഞ്ഞിട്ടാണോ കോമയിലായ ജാനകി നിങ്ങളുടെ വിളി കേട്ട് ഉണർന്നത്? അമ്മയെ എന്നൊരു വിളിക്ക് അമ്മയിൽ നിന്ന് മോളെ എന്നൊരു വിളിക്ക് വേണ്ടിയിട്ടല്ലേ ഇവൾ ഇത്രയും കാലം കൊതിച്ചിരുന്നതെന്നൊക്കെ ഇങ്ങനെ ഇന്ദ്രജ ഇങ്ങനെ അമ്മയോട് ചോദിക്കുക. കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുമ്പോൾ രാധാമണി വാരസ്യാർ വിവാഹിതയായിരുന്നില്ല എന്നും കോളേജ് പഠനം കഴിഞ്ഞ കാലമായിരുന്നു എന്നൊക്കെ പറഞ്ഞ അമ്മയുടെ കഥകളെല്ലാം കൂടി ഇന്ദ്രജ ഇവിടെ നിന്ന് പറയുക. അപ്പം എന്തായാലും നിൻ്റെ ഈ സംസാരത്തിൽ നിന്നും നീ നല്ല ഉദ്ദേശമായിട്ടല്ല ഇങ്ങോട്ടേക്ക് വന്നതെന്ന് നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുകയും ചെയ്തുവെന്നും ഈ അമ്മ പറയുക. അപ്പോൾ ഇനി അമ്മയാണ് താരം എന്ന് ഇന്ദ്രജ രാധാമണി അമ്മയോട് പറയുവാണ്. അതും പറഞ്ഞ് ഇന്ദ്രജ അവിടെ നിന്ന് അങ്ങ് പോയി. അമ്മ ഇങ്ങനെ ആകെ പരിഭ്രമിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അപർണയും ജയും കൂടെ സംസാരിക്കുക. അവസാന നിമിഷം വരെയും കക്ഷികൾക്ക് പ്രതീക്ഷയും വിശ്വാസവും കൊടുക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ വക്കീൽ എന്നൊക്കെ പറഞ്ഞ് അപർണ സംസാരിക്കുമ്പം ഈ കേസിൻ്റെ സ്വഭാവം അത് അപർണ മനസ്സിലാക്കണമെന്നും അപർണയ്ക്ക് എന്തിലും ആത്മവിശ്വാസം ഉണ്ടാവണമെന്നും പറഞ്ഞപ്പോൾ അതിന് കാരണം ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് എന്നുള്ളത് കൊണ്ടാണ്. കൂടെ നിൽക്കുന്നവർ അങ്ങനെ പറയാം ഇങ്ങനെ പറയാമെന്നൊക്കെയുള്ളത് ഏറ്റിട്ടുള്ളതല്ലാതെ പ്രതിഭാഗം വക്കീലിൻ്റെ കുറുക്കിക്കൊള്ളുന്ന ചോദ്യങ്ങൾ വന്നാൽ അടി പതറുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നും പറഞ്ഞു. അത് എന്തുകൊണ്ട് അജയ്ക്ക് കഴിയുന്നില്ല എന്ന് ചോദിക്കുമ്പം കേസ് കൂടുതൽ പഠിച്ചു വന്നപ്പോൾ വാദിഭാഗം പറയുന്നതിൽ സത്യമുണ്ടെന്ന് അജയേട്ടന് മനസ്സിലായെന്നും പറഞ്ഞ് നമ്മുടെ അമൽ അങ്ങോട്ടേക്ക് വന്നു. അത് തന്നെയാണ് ഇതിൽ സത്യമെന്നും പറഞ്ഞു. അപ്പം എന്ത് സത്യം അങ്ങനെ അജയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് അപർണ ചോദിക്കുക. ഇത് കള്ളക്കേസല്ലേ എന്നും ചോദിച്ചു. അപ്പോൾ ഒരു കേസിനെ സംബന്ധിച്ച് സത്യവും അസത്യവും എന്നൊന്നും ഇല്ല. വിഷയം കോടതി അതെങ്ങനെ നിരീക്ഷിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്. 25 വർഷം പഴക്കമുള്ളൊരു കേസാണെന്നും കേസ് റീഓപ്പൺ ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ച ആൾ ഇരയുടെ സംരക്ഷണ ചുമതലയുള്ള ഒരു സ്ത്രീയാണെന്ന കാര്യവും പറയുവാണ്. സാക്ഷി പറയാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് അന്നത്തെ CIയും അതുപോലെ സ്റ്റേഷൻ റൈറ്ററുമാണെന്ന കാര്യവും അജയ് ഇങ്ങനെ പറയാം. നമ്മൾ എങ്ങനെ പ്രതീക്ഷ വെക്കുമെന്നും അജയ് ചോദിച്ചപ്പോൾ കഷ്ടം, ഈ കേസ് അജയ് ഏൽപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് അപർണ ഇങ്ങനെ പറയുക. അപ്പം അത് കേട്ടപ്പോൾ അമലൊന്ന് ചിരിച്ചു. അച്ഛൻ വലിയ വിശ്വാസമൊന്നും അജയുടെ കാര്യത്തിൽ പ്രകടിപ്പിച്ചതല്ല എന്നും ഞാൻ കാരണം അച്ഛൻ ഈ കേസിൽ പെട്ടുപോകരുതെന്നും അപർണ അജയോട് പറയുക. പിന്നെന്തിനാ ഇനി പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്ന അജയേട്ടനെ നീ ഇതിലേക്ക് വലിച്ചഴിച്ചത് എന്ന് അമല് അപർണയോട് ചോദിക്കുവാണ്. അവൾക്കതിന് മറുപടിയില്ല. അവളൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. നീ അതിന് കാരണമായി പറയാൻ പോകുന്നത് നിരഞ്ജനയിടത്തേക്ക് ബദൽ അജയേട്ടനാണ് എന്നാണോ എന്നിങ്ങനെ ചോദിച്ചു. അജയ് ഏറ്റവും നല്ലൊരു അഡ്വക്കേറ്റ് ആണെന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് തെളിയിച്ചിട്ടുള്ള ഒരാളാണെന്നും എനിക്ക് വിശ്വാസമാണ് അജയെ എന്നും പറയുന്നത് കേട്ടപ്പം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ
അമൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അജയ് ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല, നമുക്ക് ജയിക്കണമെന്നൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതിയെന്നും പഴയ ആ അജയ്യെയാണ് എനിക്ക് വേണ്ടതെന്നും ഈ അപർണ പറയുന്നു. അപ്പോഴത്തേക്ക് അമൽ ഇങ്ങനെ നോക്കുക കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഞാൻ ഈ അവസരം പാഴാക്കി കളയുമെന്ന് അപർണ കരുതാനൊന്നും പാടില്ല. അമിതമായ ആത്മവിശ്വാസം വെക്കരുതെന്ന് മാത്രമേ ഞാൻ അർത്ഥമാക്കിയിട്ടുള്ളൂ എന്നും നമുക്ക് ഫൈറ്റ് ചെയ്യാമെന്നും ഈ അജയ് പറയുമ്പം ഇതൊരു കെണിയാണെന്ന് അജയേട്ടൻ മനസ്സിലാക്കാതെ പോയെന്ന് പറഞ്ഞു ഈ അമൽ. എന്ത് കെണി എന്ന് അപർണ ചോദിക്കുമ്പം ഈ കേസിൽ ജയിക്കാൻ പോകുന്നില്ലെന്ന് അജയേട്ടനേക്കാൾ കൂടുതൽ നന്നായി അപർണയ്ക്കറിയാം. കേസ് തോൽക്കുമെന്ന് അറിഞ്ഞു തന്നെയാണ് അപർണ അജയേട്ടൻ ഇതിൽ കരുവാക്കിയിരിക്കുന്നതെന്നും പറഞ്ഞു. എൻ്റെ അച്ഛൻ തോറ്റു പോകുമെന്ന് ഞാൻ മുൻകൂട്ടി മനസ്സിലാക്കിയെന്നോ? എടാ, നിന്നെ ഓർത്ത് എനിക്ക് സഹതാപമാടാ തോന്നുന്നത് അപർണ അമലിനോട് പറയുമ്പം അമലൊന്ന് നിന്ന് ചിരിച്ചു. അജയ് ഇപ്പം ചെകുത്താനും കടലിനും നടുവിലായിട്ട് നിൽക്കുക. അച്ഛൻ ജയിലിൽ പോകുമെന്ന് അറിഞ്ഞിട്ടും ഞാൻ ആത്മവിശ്വാസം കാണിക്കുന്നു എന്നല്ലേ നീ ഇപ്പം പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് അമലിനോട് അപർണ ചോദിക്കുക. കേസിൻ്റെ വിധി അതിങ്ങ് വരട്ടെ, അപ്പം നിനക്ക് മനസ്സിലാകും എന്തടിസ്ഥാനത്തിലാണ് ഞാൻ നിന്നത് സംസാരിച്ചത് എന്നും പറഞ്ഞിങ്ങനെ പറയുമോ. അപ്പോൾ അതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുക അജയ്. നീ ഇവിടെ മണം പിടിച്ച് നിൽക്കുന്നത് ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് അറിഞ്ഞത് നിരഞ്ജനയ്ക്ക് ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് അപർണ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഞാൻ നിൽക്കുന്നില്ല, കേട്ടാലേ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു പോകും, ഞാനങ്ങ് മാറി തന്നേക്കാവെന്ന് പറഞ്ഞ് നമ്മുടെ അമൽ അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ അമൽ അങ്ങ് കയറിപ്പോയിട്ട് മുകളിൽ നിന്ന് ഇവരുടെ സംസാരം വീണ്ടും ശ്രദ്ധിച്ചു. ഹണിറോസ് ആണ് അജയുടെ ഇപ്പോഴത്തെ പ്രശ്നം. ഹണിറോസും അജയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ ഞാൻ അജയുടെ കൂടെ തന്നെ ഉണ്ടാകും. അജയ് ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അജയ്ക്കൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് അപർണ പറയുക, ഉറപ്പും കൊടുക്കുന്നു. ഇതെല്ലാം അമൽ കേട്ടു. അപ്പോൾ നമുക്ക് ശ്രമിക്കാം എന്ന് അജയ് അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ ശ്രമിച്ചാൽ പോരാ, പരിശ്രമിക്കുക തന്നെ വേണമെന്ന് അപർണ അജയോട് പറയാം. ശരിയെന്നും പറഞ്ഞ് അജയ് അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സക്കീർബായും അബിയും കൂടി ഇങ്ങനെ വരും. അപ്പോൾ സേനൻ്റെ മരണം തമ്പിക്ക് കിട്ടിയ വലിയൊരു തിരിച്ചടിയായി മാറിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് വരും കേട്ടോ. അയാളുടെ വലം കൈയാണ് പോയതെന്നൊക്കെ പറഞ്ഞു. ശരിക്കും അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ? പോലീസിൻ്റെ നിഗമനം ഇപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങിമരണം തന്നെയാണ്, അത് ഡോക്ടർ നിഷേധിക്കുന്നില്ല എന്നും, പക്ഷേ ശരീരത്തിൽ മർദ്ദനമേറ്റ ക്ഷതവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പുറമേ ഒന്നുമില്ല. അമൽ കയറി അങ്ങ് മേയായിരുന്നു എന്ന് നമ്മുടെ സക്കീർബായി പറഞ്ഞപ്പോൾ അബി ഇങ്ങനെ നോക്കുക. അത് കൊലപാതകത്തിന് സാധ്യതയുള്ളതായി ശക്തമായ സംശയം ഉണ്ടാക്കുമെന്ന് അബി അന്നേരം സക്കീർബായിയോട് പറഞ്ഞു. നമ്മൾ ഈ വിഷയം നേരത്തെ സംസാരിച്ചതല്ലേ സക്കീർബായി അവനെ തടയേണ്ടതായിരുന്നു എന്ന് പറയുമ്പം അയാളെ കൊന്നുകളയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊന്നും അല്ലല്ലോ അബി ഞങ്ങൾ പോയത്. നമുക്കിത് ബാധ്യതയായി വരുന്നത് തമ്പിയോട് നടത്തിയ വെല്ലുവിളി അയാൾ പുറത്ത് വിട്ടാലാണെന്ന് പറയുമ്പം ഞാനിപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത് സേനനെ കൊലപ്പെടുത്തി എന്നുള്ളത് തന്നെയാണെന്ന് അബി ഇങ്ങനെ പറയുന്നു. ആരെ എന്നുള്ളൊരു ചോദ്യം മാത്രമേ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ, അതിലും എൻ്റെ മനസ്സിലൊരു ഉത്തരമായി എന്ന് അബി പറയുമ്പോൾ അത് ചെയ്തത് അവൻ തന്നെയാണ്, ആ നകുലനാണ് എന്ന കാര്യങ്ങൾ നമ്മുടെ അബി ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഇന്ദ്രജ കാണാൻ വന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ അവൻ വെറുതെ വന്നതല്ലല്ലേ എന്ന് സക്കീർബായി ചോദിച്ചു. അതെ, ഇന്ദ്രജ അതിസമർത്ഥമായി ജാനകി അതിൽ കുരുക്കിയതാണെന്നും അതൊക്കെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണെന്നൊക്കെ പറയുവാണ്. നകുലൻ കുറച്ച് പൊസസീവ്നെസ് ഉള്ള ആളാണെന്ന് ജാനകി മനസ്സിലാക്കിയിരുന്നെങ്കിലും അവനൊരു സൈക്കോയാണെന്ന് അവൾ അറിയുന്നത് വിവാഹ നിശ്ചയ ദിവസമാണെന്ന കാര്യങ്ങൾ പറയുവാണ്. അതുവരെയെല്ലാം മനസ്സിൽ അടക്കി വെച്ചവൻ പെരുമാറുകയായിരുന്നെന്നും ജാനകി കയ്യിലായി എന്ന് ബോധ്യമായപ്പോൾ അവൻ്റെ ഉള്ളിലെ സൈക്കോ ആ ദിവസം പുറത്ത് ചാടിയെന്നുള്ള കാര്യങ്ങളും അബി ഇങ്ങനെ പറയുന്നു. ചടങ്ങിന് മുൻപ് അവൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് സക്കീർബായുടെ വിവരങ്ങളെല്ലാം വിശദീകരിച്ച് പറയും അബി. അപ്പം അതൊക്കെ കേട്ടപ്പം ഇനിയും അവൻ്റെ വരവിൻ്റെ ഉദ്ദേശം അത് തന്നെ ആയിരിക്കില്ലേ എന്നിങ്ങനെ ചോദിച്ചു സക്കീർബായ്. അപ്പോൾ അത് തന്നെയാണെന്നും, അപ്പോൾ പിന്നെ തീർച്ചയായും അവൻ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അവനാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്നതെന്നും നകുലിനെ പറ്റിയുള്ള കാര്യങ്ങൾ അബി ഇങ്ങനെ സക്കീർബായോട് പറയുവാണ്. ജാനകിയുടെ ആക്സിഡൻറ്റിൻ്റെ പിന്നാലെ തീർച്ചയായും അവർ പോയി കാണുമെന്നും തമ്പിയുടെ പേരിലുള്ള കേസ് എന്തായാലും അവർ അറിയാതിരിക്കത്തില്ലല്ലോ സക്കീർബായ്. അപ്പോൾ അതുപോരെ പിന്നിലെ തമ്പിയാണ് എന്ന് അവർക്ക് ഊഹിക്കാനെന്ന് ചോദിച്ചു. അപ്പോൾ സേനനെ തീർത്തത് കൊണ്ട് നകുലൻ എന്ത് നേടിയെന്ന് ചോദിച്ചപ്പം അന്ധമായി സ്നേഹിക്കുന്ന ഒന്നിനെ മറ്റൊരാൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു സൈക്കോയെ ശരിക്കും പ്രകോപിതനാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നകുലനാണ് സേനൻ്റെ കൊലയ്ക്ക് പിന്നിലെന്നുള്ളത് എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ അതിന് കാരണവും അത് തന്നെയാണെന്ന് പറഞ്ഞു അബി. അങ്ങനെയാണെങ്കിൽ അടുത്ത് കൊല്ലപ്പെടാൻ പോകുന്നത് തമ്പി ആയിരിക്കുമല്ലോ എന്നിങ്ങനെ നമ്മുടെ സക്കീർബായി പറഞ്ഞു. അപ്പം അതിനും സാധ്യതയുണ്ടെന്ന് നമ്മുടെ അബി ഇങ്ങനെ പറയും. ഇന്ദ്രജിയും നകുലനും വെറുതെ വന്ന് ഇന്നലെ വന്ന് കയറിയവരൊന്നുമല്ല. ജാനകിയുടെ ജീവിതത്തിൽ എനിക്ക് മുൻപേ ചുവട് വെച്ചവരാണ് അവരെന്നും അവരുടെ മനസ്സിൽ വ്യക്തമായ ലക്ഷ്യമുണ്ടെന്നും പറയുവാണ്. അവന് ജാനകിയുടെ ഒരു നോട്ടമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അബിയുടെ നേരെ ആയിരുന്നില്ലേ എന്ന് സക്കീർബായി അന്നേരം അബിയോട് ചോദിച്ചു. അപ്പോൾ അബി അതിനും വ്യക്തമായിട്ടുള്ള ഒരു കണക്കുകൂട്ടലുണ്ടെന്നും അത് തീരുമാനിച്ച് അത് ചെയ്ത് കഴിയുമ്പോൾ ഇതിനൊക്കെ ഒരു വ്യക്തത വരുമെന്നൊക്കെ അബി ഇങ്ങനെ സക്കീർബായിയോട് പറയുക.
അങ്ങനെ മനസ്സിലുള്ള പ്ലാനൊക്കെ അബി സക്കീർ ഭായിയോട് ഇങ്ങനെ പറയുന്നു. അങ്ങനെ ആ ഒരു സംസാരം അവർക്കിടയിൽ നടക്കുമ്പോൾ ഇവിടെ നമ്മുടെ അമൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് നടക്കുവാണ്. അപ്പോൾ അപർണ അങ്ങോട്ടേക്ക് വന്നു. അപർണ അങ്ങോട്ടേക്ക് വന്നിട്ട് അമലിനെ മൈൻഡ് ചെയ്ത് അങ്ങ് കയറി പോകും. അപ്പോൾ ഒന്ന് നിന്നേന്ന് പറഞ്ഞു അമൽ. രാധാമണി വാരസ്യാരെ കുടഞ്ഞാൽ കള്ളക്കളി പൊളിക്കാവുന്ന നീ അജേട്ടനോട് പറയുന്നത് ഞാൻ കേട്ടല്ലോ എന്ന് അമൽ പറയുമ്പോൾ എന്താ അത് ശരിയല്ലേ എന്ന് ചോദിച്ചു അപർണ. പണം വാങ്ങിയല്ലേ അവര് പണ്ട് കൊടുത്ത ഒരു കേസിന്റെ പേറ്റന്റ് ജാനകിക്ക് കൊടുത്തിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുക ഈ അപർണ. അന്നത്തെ കേസ് എന്തായിരുന്നു എന്ന് ചോദിക്കേണ്ട വിധത്തിൽ ചോദിച്ചാൽ തത്ത പറയുന്നത് പോലെ അവർ പറയൂലേ എന്ന് അപർണ ചോദിക്കുമ്പം എന്നാൽ ആ തത്ത ഹോസ്പിറ്റലിൽ ജാനിയടത്തിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നീ പോയി ചോദിക്കുക എന്നൊക്കെ ഇങ്ങനെ അമൽ പറഞ്ഞു. കൊള്ളാം, ജാനകിയെ ശുശ്രൂഷിക്കാൻ അങ്ങനെയുള്ള ഒരുത്തി തന്നെ വേണം, കൂടെ കൊണ്ടു നടക്കുകയാണല്ലോ എന്ന് അപർണ പറയുമ്പോൾ വേണ്ടപ്പെട്ടവരെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോ, കൂടെ നിർത്തിയല്ലേ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. എനിക്ക് ഈ കഥാപാത്രത്തിനൊന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ടെന്ന് പറയുമ്പം ഉറപ്പായും നീ അവരെ കണ്ടിരിക്കണം, കാണണം. നിന്റെ അച്ഛൻ കൈവച്ച സ്ത്രീയല്ലേ മോള്, അവരെ കാണുക തന്നെ വേണമെന്ന് പറയുമ്പോൾ കൊള്ളക്കേസാണെന്ന് അറിഞ്ഞു വെച്ച് വൃത്തികൂട് പറയുന്നോടാന്ന് ചോദിച്ചു അപർണ അന്നേരം അമലിനോട്. എൻ്റെ അച്ഛൻ ജീവിതത്തിൽ ഒരു സ്ത്രീക്കൊപ്പമേ കഴിഞ്ഞിട്ടുള്ളൂ, അത് എൻ്റെ അമ്മയാണെന്ന് പറയുമ്പോൾ അമലൊന്ന് ചിരിച്ചു. പല സ്ത്രീകളിൽ നിൻ്റെ അച്ഛനും മക്കളില്ല എന്നും പിന്നെ നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപർണ ഇങ്ങനെ തുള്ളുമ്പം നമ്മുടെ അമല അന്നേരവും വാശിയോടുകൂടി തന്നെ നിൽക്കുക. നിൻ്റെ അഭിയേട്ടൻ്റെ ജന്മമൊക്കെ ഞാൻ പറഞ്ഞു പോകും, ഇവിടെ നിർത്തുന്നതാ നിനക്ക് നല്ലതെന്ന് പറയുമ്പം എന്നാൽ പിന്നെ നീ അതങ്ങ് പറയടിയെന്ന് പറഞ്ഞു അമല്. നീ എന്തിനതൊക്കെ ഉള്ളിലടക്കി പിടിക്കണം, അതിൻ്റെ ആവശ്യമുണ്ടോ നിനക്ക്? എൻ്റെ അച്ഛൻ 2 സ്ത്രീകളെ വിവാഹം കഴിച്ചിരുന്നു, അത് ഒളിച്ചും പതുങ്ങിയൊന്നും അല്ല. ആദ്യത്തെ ഭാര്യ മരിച്ചതിന് ശേഷമാണ് അച്ഛൻ മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരം അമ്മയെ വിവാഹം ചെയ്തതെന്ന കാര്യം അമല് പറയുക. ആദ്യ ഭാര്യയിൽ തനിക്കൊരു കുഞ്ഞുണ്ടെന്നുള്ള വിവരം അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ടാണ് വിവാഹം കഴിച്ചത്. നിനക്ക് അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അമ്മയോട് ചെന്ന് ചോദിക്കടിയെന്ന് പറഞ്ഞു. അപ്പോൾ അപർണ ഇങ്ങനെ പുച്ഛിച്ച് ചിരിക്കുക. ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്താൻ അമ്മ തയ്യാറായിരുന്നുവെന്നും അങ്ങനെയാണ് അഭിയേട്ടൻ ഇവിടെ വളർന്നതെന്നും പറയുക. എന്താടി നിന്റെ നാവ് അടഞ്ഞു പോയ, അഭിയേട്ടൻ ഇപ്പോഴും ഞങ്ങളുടെ വലിയേട്ടൻ തന്നെ അടിയെന്നും പറഞ്ഞുകൊണ്ട് അപർണയെ വായടപ്പിച്ച് കളയും അമല്. അമ്മ നൊന്തുപെറ്റ മക്കൾ പോലും കാണിക്കാത്ത സ്നേഹമേ അമ്മയ്ക്ക് കിട്ടിയത് അഭിയേട്ടനിൽ നിന്നാണെന്ന് അമ്മ തിരിച്ചറിഞ്ഞടി. ഇപ്പം അമ്മയുടെ സ്വഭാവം മാറി നീ കണ്ടോ എന്ന് ചോദിച്ചു. ജാനി അടുത്തേക്ക് ഒരു ആപത്ത് വന്നപ്പോൾ അമ്മ ഓടി വന്നതും അതുകൊണ്ട് തന്നെയാണടി എന്നൊക്കെ അമൽ ഇവളോട് പറയുക. എൻ്റെ അമ്മയ്ക്കില്ലാത്ത സങ്കടമൊന്നും അച്ഛൻ്റെ 2ാം കെട്ടിനെ ഓർത്ത് നിനക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനെ പറ്റി അനാവശ്യം പറഞ്ഞിട്ടാണ് നിന്റെ അഭിയേട്ടൻ നിനക്ക് എങ്ങനെ ഏട്ടനായതെന്ന് എനിക്ക് പറയേണ്ടി വന്നതെന്ന് പറയുമ്പോൾ നിന്റെ അച്ഛന് വേറെ സ്ത്രീകളിൽ മക്കളില്ലെന്ന് എന്തുറപ്പാടി നിനക്കുള്ളത് എന്ന് അമൽ അന്നേരം അപർണയോട് ചോദിച്ചു. നിനക്ക് ഏട്ടത്തിയെന്നോ അനിയത്തിയെന്നോ വിളിക്കാൻ ആരും ഇല്ലെന്നൊന്നും നീ കരുതണ്ടെന്നും ഈ അമല അപർണയോട് പറയുക. അപ്പോൾ അപർണ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക. പിന്നെ എത്ര പണം കിട്ടിയാലും ഒരു പെണ്ണ് മാനത്തിൻ്റെ കണക്ക് പറഞ്ഞ് കേസിന് പോവില്ലടി. നിന്റെ അച്ഛൻ ആരാണെന്ന് കാലം നിനക്ക് തെളിയിച്ചു തരുമെന്നും അമൽ പറയുമ്പോൾ നീ അതും സ്വപ്നം കണ്ടങ്ങ് ജീവിച്ചോ. നിന്നോട് മറ്റൊരു കാര്യം കൂടി ചോദിക്കാനാ ഞാനിപ്പോൾ ഇവിടേക്ക് വന്നതെന്ന് അമൽ അന്നേരം പറഞ്ഞു. എന്താ? നീ അജയേട്ടനെ തന്നെ ഈ കേസ് ഏൽപ്പിക്കാൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അമൽ ഇവളോട് ചോദിക്കുമ്പം ഇവളൊന്നും മിണ്ടാതെ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുക. നിരഞ്ജനയാണ് ജാനകിയുടെ വക്കീലെന്ന് അറിഞ്ഞ് തന്നെയാണ് ഞാൻ ഈ കേസ് ഏൽപ്പിച്ചിട്ടുള്ളത്, എന്താ നിനക്കതിലൊരു സംശയം എന്നിങ്ങനെ അമലിനോട് അമർണ ചോദിക്കുമ്പോൾ ഇവളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി അമൽ സംസാരിക്കുന്നു. ഹണി റോസിൻ്റെ ഇടപാട് തീർത്തു കൊടുക്കാൻ നീ അജയേട്ടനെ സഹായിക്കാമെന്ന് പറഞ്ഞു. കേസിൽ ജയിച്ചാൽ 25 കോടി രൂപ കൊടുത്ത് അജയേട്ടനെ നീ മോചിപ്പിക്കുകയോ എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പോൾ അവരുടെ നോക്കുക, നീ അതിന് തുനിയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നും പറഞ്ഞു. അന്നേരം അജയെ സഹായിക്കാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഈ കേസിൽ ഞാൻ കാണുന്നത് എൻ്റെ അച്ഛൻ്റെ ജീവിതം മാത്രമാണെന്ന് അപർണ പറയുമ്പോൾ നീയൊരു ജീവിതം കാണുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല എന്ന് അമൽ അന്നേരം അപർണയോട് പറഞ്ഞു. മനസ്സിലായില്ല എന്ന് അപർണ പറയുമ്പോൾ നമ്മൾ തമ്മിൽ ഇതുവരെ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല, ഉണ്ടായത് ഒരു താലികെട്ട് പ്രഹസനം മാത്രമാണെന്ന് അമൽ അന്നേരം അപർണയോട് പറഞ്ഞു. വിവാഹത്തിന് മുൻപ് അജേട്ടനുമായി നീ നല്ല അടുപ്പത്തിലായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്നും പിന്നെ നിന്റെ അച്ഛൻ എതിർപ്പ് പറഞ്ഞിട്ടും അജേട്ടനെ ഭർത്താവായി മതി എന്ന് നിന്റെ വാശിക്ക് മുൻപിൽ നിന്റെ അച്ഛൻ കീഴടങ്ങിയതായും അന്നൊരു സംസാരമൊക്കെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു. അപർണയൊന്ന് ഞെട്ടി അപർണയുടെ മാർമ്മത്തിൽ തന്നെയാണ് കുത്തിയത് നമ്മുടെ അമൽ. അങ്ങനെ അമൽ അത് പറയുമ്പോൾ ഇവളിങ്ങനെ ആകെ ചൂളി ഇങ്ങനെ നിൽക്കും. അപ്പോൾ അമൽ ചോദിച്ചു, അന്നത്തെ നിന്റെ ആഗ്രഹം ഇന്നും ഉണ്ടോ എന്ന്? ഇപ്പോഴും നിന്റെ മനസ്സിൽ അജേട്ടനോടുള്ള ആ പഴയ ചിന്തകളുണ്ടോ എന്ന് ചെറിയൊരു സംശയം തോന്നിയത് കൊണ്ട് ചോദിച്ചതാ.
അതും പറഞ്ഞ് നമ്മുടെ അമൽ അവിടെ നിന്ന് പോവുക. ഇവളിങ്ങനെ വല്ലാതായി നിൽക്കുക അന്നേരം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനകിക്ക് വീൽ ചെയർ കിട്ടി. വീൽ ചെയറിലേക്ക് അഭി ജാനകി എടുത്തിരുത്തു. എന്നിട്ട് അതിലൊക്കെ ഇങ്ങനെ നടത്തുക കേട്ടോ. പിന്നെ പതുക്കെ പതുക്കെ കയ്യെ പിടിച്ച് നടത്തുന്നു. അമ്മയും കൂടെ നടത്തുന്നു, അഭി കൂടെ നടത്തുന്നു. പിന്നെ ഡോക്ടർ വന്ന് ജാനകിയുടെ പൾസൊക്കെ നോക്കുന്നു. പിന്നെ ജാനകിയെ കയ്യെ പിടിച്ച് നടത്താൻ തുടങ്ങി. അങ്ങനെ ജാനകി ഓരോ സെക്കൻഡ്, ഓരോ നിമിഷം, ഓരോ ദിവസം ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഈ നകുലൻ എന്ന് പറയുന്നവനെ കേട്ടോ. തെക്ക് വടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്ത് കയറി നടക്കും. അപ്പോഴാണ് ഗിരി എന്ന് പറയുന്ന ആൾ അങ്ങോട്ടേക്ക് വരുന്നത്. സേനൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു, അതിൽ തൂങ്ങിമരണമാണെന്നാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മരിക്കുന്നതിന് മുൻപ് അയാളെ ആരൊക്കെ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് ഗിരി വന്ന് നകുലനോട്. അപ്പോൾ നകുലൻ ഇങ്ങനെ നോക്കി നിൽക്കുക. ഇതിൽ ആരെയാണ് സംശയിക്കാൻ കൂടുതൽ സാധ്യത കാണുന്നത്? അപ്പോൾ അത് തമ്പിയെ വെല്ലുവിളിച്ച അഭി തന്നെയാണെന്ന് പറയുമ്പോൾ അവൻ എന്തൊരു മണ്ടനാ, വെല്ലുവിളിച്ചിട്ട് തട്ടിക്കളഞ്ഞ പിന്നാലെ പോലീസ് വരുമെന്ന് അവൻ അറിയില്ലേ എന്ന് നകുലൻ ഗിരിയോട് ചോദിക്കണം. സേനൻ്റെ മരണം തമ്പി വിട്ടുകളയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇന്ദ്രജി അങ്ങോട്ടേക്ക് വന്നു. നകുല, നീ ഇപ്പം ചിന്തിക്കേണ്ടത് അടുത്ത ആഴ്ച റീഓപ്പൺ ചെയ്യുന്ന നീ CEO ആയ സ്ഥാനമേൽക്കുന്ന ബിസിനസ്സിനെ പറ്റിയാണെന്നും പറഞ്ഞു. ഇവിടെ നടക്കുന്ന മറ്റു കാര്യങ്ങളുടെ പിന്നാലെ നീ പോകണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനൊന്നും പോയിട്ടില്ല, ആ സേനൻ്റെ മരണത്തിന് പിന്നിൽ എന്ത് സംഭവിച്ചു എന്ന് മാത്രമേ ഞാൻ അന്വേഷിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നകുലൻ ഇങ്ങനെ ഇന്ദ്രജിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നന്ദി.